നമ്മൾ ആദ്യം വിമാന അപകടങ്ങളുടെ വാർത്തയിലേക്കാണ് പോകുന്നത്. രാജസ്ഥാനിൽ വിമാനം തകർന്നു വീണു. ഭരത്പൂരിലാണ് രാജസ്ഥാനിൽ അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. മധ്യപ്രദേശിലും 2 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു. അത് മൊറേനയിലാണ് അപകടം. മനു ഭരത്തുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനു, 2 അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒരിടത്ത് യുദ്ധവിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? റെസ്ക്യൂ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ് അറിയുന്നത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? രണ്ടിടത്തായാണ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മധ്യപ്രദേശിലെ മുറേനയിലാണ് 2 വിമാനങ്ങൾ തകർന്നു വീണിട്ടുള്ളത്. ഇത് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. ഏതായാലും ഇത് സംബന്ധിച്ച് ഉള്ള ഒരു അന്വേഷണം എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. അത് ആ നിലയ്ക്ക് തന്നെ സ്ഥിരീകരിക്കേണ്ടതും ഉണ്ട്. ഏതായാലും ഈ മധ്യപ്രദേശിൽ നടന്ന മുറേനയിൽ നടന്ന അപകടത്തിൽ ഒരു സുഖോയ് 30 അതുപോലെ മിറാഷ് 2000 വിമാനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മൊത്തം 3 പൈലറ്റുമാർ 2 വിമാനങ്ങളിലായി ഉണ്ടായിരുന്നു. സുഖോയ് 30ൽ 2 പൈലറ്റുമാർ ഉണ്ടായിരുന്നു. അതുപോലെ മിറാഷ് 2000ൽ ഒരു പൈലറ്റും ഉണ്ടായി. ഇതിൽ പൈലറ്റുകൾ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് എയർഫോഴ്സിന് ലഭിച്ചിട്ടുള്ള വിവരം. 2 പേർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 3ാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും ആണ്. 3ാമത്തെ ആളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഏതായാലും ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ സമീപത്തേക്ക് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം എത്തിയിട്ടുണ്ട്. അവിടെ ആ നിലയ്ക്കുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായി മുറേനയിലെ ജില്ലാ കലക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം രാജസ്ഥാനിലെ ഭരത്പൂരിലുണ്ടായ അപകടം ആദ്യം അത് ഒരു ചാർട്ടേഡ് വിമാനമാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. പിന്നീടാണ് അത് ചാർട്ടേഡ് വിമാനം അല്ല എന്ന് വ്യക്തമായത്. അവിടെയുണ്ടായിരുന്ന ജില്ലാ കലക്ടർ ആദ്യം ഇത് അലോക് രഞ്ജൻ പറഞ്ഞത് ഇതൊരു ചാർട്ടേഡ് വിമാനം അപകടത്തിൽപ്പെട്ടു എന്നാണ്. പിന്നീടാണ് ആ പരിസരത്തായി ഒരു യുദ്ധവിമാനം തകർന്നിട്ടുണ്ടെന്ന് എയർഫോഴ്സ് അധികൃതർ സ്ഥിരീകരിച്ചത്. ഏതായാലും 2 ഇടങ്ങളിലും അപകടം നടന്നിരിക്കുന്നു. ഗ്വാളിയർ എയർബേസിൽ നിന്ന് പറന്നുയർന്ന വിമാനങ്ങളാണ് മുറേനയിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇത് കൂട്ടിയിടിയാണോ എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആദ്യം രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ശ്രദ്ധ നൽകിയിട്ടുള്ളത്. മനു, ഇതിൽ നമ്മളുടെ യുദ്ധവിമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്താണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വലിയ മഞ്ഞുവീഴ്ചയൊക്കെയുള്ള സമയമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെയും. അങ്ങനെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളാണ്? ഇതിപ്പോൾ 2 യുദ്ധവിമാനങ്ങൾ കൂട്ടിയിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലും ദുരൂഹതയോ മറ്റു പ്രശ്നങ്ങളോ സംശയിക്കേണ്ടതുണ്ടോ? അല്ല, സ്വാഭാവികമായും കമ്മ്യൂണിക്കേഷനിലുണ്ടായ എന്തെങ്കിലും പിഴവുകൾ ആയിരിക്കണം ഈ വിമാന അപകടത്തിലേക്ക് വഴിവെച്ചതെന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും ഇത് സംബന്ധിച്ച് ഒരു കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ അതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. 2 വിമാനങ്ങൾ തമ്മിൽ ഇടിക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. ഏതായാലും അങ്ങനെ 2 വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തമ്മിൽ മുട്ടി അതായിരിക്കാം അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായൊരു നിഗമനം. ഇതിനെ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും വിമാനങ്ങൾ വീഴുന്നു അല്ലെങ്കിൽ നിയന്ത്രണം വിടുന്നു എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ പൈലറ്റുകൾ രക്ഷപ്പെടാൻ ഉള്ള നീക്കം നടത്തി. അതിൽ 2 പേർ വളരെ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു. 3ാമത്തെ ആൾക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത്. അതേസമയം രാജസ്ഥാനിൽ നടന്നിട്ടുള്ള അപകടത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും സേനയ്ക്ക് ലഭിക്കേണ്ടതുണ്ട്. ശരി, എന്തായാലും 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചുള്ള അപകടം, ഒപ്പം മറ്റൊരു വിമാനവും അപകടത്തിൽപ്പെട്ടു. ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും യഥാർത്ഥ കാരണം ഉൾപ്പെടെ വ്യക്തമാവുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ സ്ഥിരീകരണം സേനയുടെ ഭാഗത്തു നിന്നും എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം മൃഗശാലയിൽ കടുവകൾക്കും പുലികൾക്കും വാക്സിൻ എടുക്കുകയാണ്. ക്ഷയരോഗം ബാധിച്ച് മാനുകൾക്ക് പുറമെ പൂച്ചകളും ചത്തൊടുങ്ങുന്ന സാഹചര്യത്തിലാണ് അടിയന്തര നടപടിയെടുക്കുന്നത്. മൃഗശാല ഡയറക്ടറുടെ ക്വാർട്ടേഴ്സിൽ അടിയന്തര യോഗവും ചേരുന്നു. हाँ जी जी सोच रहे हैं
Repeat. Lagi. Ini ada. Mari kau jadi dengan orang kau. Okay. Social hearing. Okay. Repeat. Lagi. ഇന്നില്ല. ക്ഷയരോഗം ബാധിച്ച് മാനുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയിരുന്നു. അതിന് പിന്നാലെ മറ്റു മൃഗങ്ങൾക്കും ഇത് പകരുന്ന ചാവുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ വാക്സിനേഷൻ നടപടികളിലേക്ക് മൃഗശാല അധികൃതർ കടന്നിരിക്കുന്നത്. ഇപ്പോൾ കടുവകൾക്കും പുലികൾക്കും വാക്സിൻ കുത്തിവെക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഗുരുതരമായൊരു സാഹചര്യമാണ് തിരുവനന്തപുരം മൃഗശാലയിലുള്ളത്. പല വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അവലോകന യോഗം ഇപ്പോൾ ചേരുന്നു എന്ന് അറിയുന്നു. ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? എന്തൊക്കെയാണ് നീക്കങ്ങൾ? വാക്സിനേഷൻ നടപടികൾ പൂർണ്ണമായോ? രണ്ടിക മൃഗശാല ഡയറക്ടറുടെ ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ അടിയന്തരമായ യോഗം. ഈ മൃഗങ്ങളിലേക്ക് ഈ ക്ഷയരോഗം കൂടുതലായി പടരുന്ന പശ്ചാത്തലത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. മൃഗശാല വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഏത് തരത്തിലുള്ള തുടർ നടപടികളായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക. പ്രാഥമികമായി നമുക്ക് ഇപ്പോൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ, അതായത് കടുവകൾക്കും പുലികൾക്കുമാണ് ഇന്ന് രാവിലെ വാക്സിൻ നൽകിയിരിക്കുന്നത്. ഇന്ന് മാനുകൾ ചത്തൊടുങ്ങിയതിന് പിന്നാലെയാണ് മൃഗശാലയിൽ ഉണ്ടായിരുന്ന പൂച്ചകളും കഴിഞ്ഞ ദിവസം ക്ഷയരോഗം ബാധിച്ച് ചത്തു ഒടുങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇതേ ജീവിവർഗത്തിൽപ്പെട്ട മറ്റ് എല്ലാ മൃഗങ്ങൾക്കും അടിയന്തരമായി പ്രതിരോധ നടപടികളുടെ ഭാഗമായി വാക്സിൻ എടുക്കുക എന്ന നിർണായകമായ തീരുമാനത്തിലേക്ക് മൃഗശാല വകുപ്പ് കടന്നിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആദ്യം കടുവകൾക്കും പിന്നീട് പുലികൾക്കും ഇപ്പോൾ വാക്സിൻ എടുക്കുന്ന നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും അതീവ ഗൗരവത്തോടെ തന്നെയാണ് മൃഗസംരക്ഷണ വകുപ്പ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം മിന്നൽ പരിശോധനയ്ക്ക് വേണ്ടി മന്ത്രി തന്നെ നേരിട്ട് അവിടെ എത്തുന്ന മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി തന്നെ അവിടെ എത്തി വിശദമായ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത് മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ വാർത്തയായതാണ്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പൂച്ചകൾ കൂടി ക്ഷയരോഗം ബാധിച്ച് ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് എല്ലാ മൃഗങ്ങൾക്കും അടിയന്തരമായി വാക്സിനേഷൻ എടുത്തുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് മൃഗശാല വകുപ്പ് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് അവധി ദിവസം ആയതിനാൽ കൂടുതൽ ആളുകൾ, സന്ദർശകർ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തുന്നുണ്ട്. ഇവർക്കെല്ലാം മാസ്ക് നിർബന്ധമാക്കുന്നതടക്കമുള്ള മറ്റ് നടപടികളും അവർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള അകലം പരമാവധി, അതായത് ഒരു സംരക്ഷിത അകലത്തിൽ നിന്നുകൊണ്ട് മാത്രം ഈ മൃഗങ്ങളെ വീക്ഷിക്കുന്നതടക്കം ചില മുൻകരുതലുകൾ കൂടി എടുത്തിട്ടുണ്ട്. ജീവനക്കാർക്കും ഈ മുൻകരുതലുകൾ ബാധകമാണ്. അതായത് പരമാവധി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക, ഭക്ഷണവും മറ്റും കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം കയ്യുറകളും മറ്റും ധരിച്ചുകൊണ്ട് മാത്രമേ ജീവനക്കാർ ഈ മൃഗങ്ങൾക്ക് അടുത്തേക്ക് എത്താവൂ. ഒപ്പം തന്നെ ഇവർ ഷൂവും ഗ്ലൗസും ധരിക്കണം എന്നതടക്കം കർശനമായ മാർഗനിർദ്ദേശങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് സ്വീകരിച്ചിട്ടുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഊർജിതമായ നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മൃഗശാല വകുപ്പ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഏത് തരത്തിലായിരിക്കണം തുടർന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തുകയുള്ളൂ. രേണുക, തീർച്ചയായും ഡാൻ, അവിടെ നിന്ന് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഉൾപ്പെടെ നമുക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും തിരുവനന്തപുരം മൃഗശാലയിൽ കടുവകൾക്കും പുലികൾക്കും വാക്സിൻ നൽകുകയാണ്. ക്ഷയരോഗം ബാധിച്ച് മാനുകൾക്ക് പുറമെ മറ്റു മൃഗങ്ങളും ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് നടപടികൾ ഊർജിതമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കടുവകൾക്കും പുലികൾക്കും ആദ്യഘട്ടത്തിൽ വാക്സിനേഷൻ നൽകി. മൃഗശാല ഡയറക്ടറുടെ ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ അടിയന്തര യോഗവും ചേരുന്നുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അതിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൃഗശാലയിലുള്ളത്. മന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ
മനസ്സിലാക്കുകയും നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ ഫലമായാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ വാക്സിനേഷൻ നടപടികളിലേക്ക് കടക്കുന്നത്. മാത്രവുമല്ല അവിടെ വളരെ കരുതലോടുകൂടിയുള്ള ഇടപെടലുകൾക്ക് ഉള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ജീവനക്കാർ ഉൾപ്പെടെ അവിടെ ഇടപഴകുന്നത്. ഡാൻ, ഇതിൽ ആദ്യഘട്ടം എന്ന നിലയിലാണോ ഇപ്പോൾ കടുവകൾക്കും പുലികൾക്കും വാക്സിനേഷൻ നൽകിയത്? മറ്റ് മൃഗങ്ങളിലേക്ക് പകരുന്ന ഒരു സാഹചര്യമുണ്ട്? അങ്ങനെയാണെങ്കിൽ കൂടുതൽ മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകേണ്ടുന്ന സാഹചര്യമുണ്ടോ? രണിക, 52 മാനുകളും കൃഷ്ണമൃഗങ്ങൾ ഉൾപ്പെടെ 52 മാനുകളാണ് കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ ക്ഷയരോഗം ബാധിച്ച് തിരുവനന്തപുരം മൃഗശാലയിൽ ചത്തൊടുങ്ങിയതായി കണ്ടെത്തിയത്. ആ പശ്ചാത്തലത്തിലായിരുന്നു വിശദമായ പരിശോധനകൾ നടന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരമായി രോഗം പടരുന്നതായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായത്. ഇതേ തുടർന്ന് വിശദമായ പരിശോധനകൾ സിയാദിൽ നിന്നടക്കമെത്തി അവിടെ നടത്തുകയുമുണ്ടായി. അതിന് പിന്നാലെയാണ് അവർ നൽകിയ സമഗ്രമായ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് കടന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് മൃഗശാലയിൽ അവിടെ എത്തിയിരുന്ന ചില പൂച്ചകൾ ചത്തൊടുങ്ങിയതായി കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടത്. അത് വാർത്തകളിൽ നിറഞ്ഞതിന് പിന്നാലെയാണ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ നിർദ്ദേശം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി തന്നെ നൽകിയത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തരമായി മൃഗശാല ഡയറക്ടറുടെ ക്വാർട്ടേഴ്സിൽ ഇത്തരത്തിൽ യോഗം ചേർന്നുകൊണ്ട് തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിരോധ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് കടുവകൾക്കും പുലികൾക്കും ഇന്ന് വാക്സിനേഷൻ നൽകിയിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള നീക്കങ്ങളാണ്. കൂടുതൽ എന്തൊക്കെ നടപടികൾ വേണ്ടിവരും എന്നത് ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷമാകും വ്യക്തമാവുക. ഡാൻ കുര്യനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. എന്തായാലും ബജറ്റ് അവതരണത്തോടുകൂടി ജീവിത ചിലവുകൾ കൂടും, നികുതി വർധനവുണ്ടാകും എന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി വന്നിരിക്കുകയാണ്. വൈദ്യുതി നിരക്ക് കൂടും എന്നുള്ള വാർത്തയാണ് വരുന്നത്. യൂണിറ്റിന് 9 പൈസയുടെ വർധനയാണ് വരുന്നത്. ഇതിന് റെഗുലേറ്ററി കമ്മീഷൻ അനുവാദം നൽകിയിരിക്കുകയാണ്. അടുത്ത മാസം 1 മുതൽ മെയ് മാസം 31 വരെയായിരിക്കും നികുതി നിരക്ക് വർധന ഉണ്ടാവുക. വൈദ്യുതി ഉൽപ്പാദനത്തിനാവശ്യമായ ഇന്ധനത്തിന്റെ വിലവർധനയിലൂടെ ഉണ്ടാകുന്ന അധിക ചെലവ് തിരിച്ചുപിടിക്കാൻ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നതാണ് ഇന്ധന സർചാർജ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിന് KSEB അധികമായി നൽകിയത് 87 കോടി രൂപയാണ്. ഇത് സർചാർജായി യൂണിറ്റിന് 14 പൈസ വെച്ച് ഈടാക്കാനുള്ള അനുമതിയാണ് KSEB തേടിയത്. ഹിയറിംഗ് നടത്തിയാണ് നിരക്ക് യൂണിറ്റിന് 9 പൈസയാക്കി റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചത്. എന്നാൽ 1000 വാട്ട്സ് വരെ കണക്ട് ലോഡ് ഉള്ളതും പ്രതിമാസം 40 യൂണിറ്റിൽ കവിയാതെ ഉപയോഗം ഉള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കളെ ഇന്ധന സർചാർജിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് നിലനിന്ന കൽക്കരിക്ഷാമം മൂലം വൈദ്യുതി ഉത്പാദന രംഗത്തുണ്ടായ പ്രതിസന്ധിയാണ് കേരളത്തെയും ബാധിച്ചത്. താപവൈദ്യുതി നിലയങ്ങളെല്ലാം ഇപ്പോഴും ഇറക്കുമതി ചെയ്ത കൽക്കരി ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ അടുത്ത മാസങ്ങളിലും ഇന്ധന സർചാർജ് ചുമത്താൻ ഇടയുണ്ട്. ആഴ്ചകൾക്ക് മുമ്പാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചത്. ബഡ്ജറ്റിലും വലിയ നികുതി നിർദ്ദേശങ്ങളാണ് ജനങ്ങളെ കാത്തിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം ജില്ലാ പഞ്ചായത്തിന് പുതിയ പ്രസിഡന്റാണ്. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. CPM അംഗം KV ബിന്ദുവാണ് പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബിന്ദു തെരഞ്ഞെടുക്കപ്പെട്ടത്. G ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, സമാധാനപരമായി തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായോ? എല്ലാ വോട്ടുകളും സാധുവായിരുന്നോ? എങ്ങനെയാണ്? ആരെങ്കിലും മാറി വോട്ട് ചെയ്തതായോ അങ്ങനെ എന്തെങ്കിലും വിവാദങ്ങളുണ്ടോ? സ്വാഭാവികമായ ഒരു ഭരണമാറ്റം എന്ന നിലയിൽ മാത്രം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. KV ബിന്ദു കുമരകത്ത് നിന്നുള്ള CPM അംഗമാണ് KV ബിന്ദു. ബിന്ദുവിന് 14 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ രാധാവി നായർക്ക് 7 വോട്ടുകളാണ് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം പൂഞ്ഞാറിൽ നിന്നുള്ള ഷോൺ ജോർജ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ ആകെ 22 അംഗങ്ങളിലാണ് 7 വോട്ടുകളുടെ ഭൂരിപക്ഷം ബിന്ദുവിന് ലഭിച്ചു. അതായത് അട്ടിമറികളോ അസാധുവാകലോ ഒന്നും ഉണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് അംഗവും കേരള കോൺഗ്രസ് നേതാവുമായ ജിമ്മി ധാരണ പ്രകാരം ഒഴിഞ്ഞ് രാജിവെച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. CPIയിലെ ശുഭേഷ് സുധാകരൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടും. 2 വർഷത്തേക്കാണ് ഈ കാലാവധി ഇനി ഉണ്ടാകുക. എന്തായാലും നിലവിൽ മറ്റ് നാടകീയതകളോ ഒന്നുമില്ലാതെ അട്ടിമറികളോ ഒന്നുമില്ലാതെ കോട്ടയം ജില്ലാ പഞ്ചായത്തിന് പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ശരി, G ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.
നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോപ്പുലർ ഫ്രണ്ടിനെതിരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു പരോക്ഷ വിമർശനത്തിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ അദ്ദേഹം വിമർശിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാണാം. വാർത്തകൾ തുടരുന്നു. ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയെന്ന വിഷയത്തിൽ അസാധാരണ നടപടികളുമായി ഹൈക്കോടതി. ആ കേസിൽ ആരോപണ വിധേയനായ അഭിഭാഷകൻ ഹാജരായ കേസിലെ മുൻകൂർ ജാമ്യ ഉത്തരവ് തിരികെ വിളിച്ചിരിക്കുകയാണ് കോടതി. ഇത് പരാതിക്കാരുടെ കാര്യം, അവരുടെ പരാതി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതൊരു അസാധാരണ നടപടിയാണ്. ആരോപണ വിധേയനായ അഡ്വക്കേറ്റ് സെബി ജോർജ് കിടങ്ങൂറാണ് ഈ ഹർജിയിൽ മുൻകൂർ ജാമ്യത്തിനായി ഹാജരായിരുന്നത്. പരാതിക്കാരന്റെ ഹർജിയിൽ നടപടിയെടുത്തിരിക്കുന്നു കോടതി. 50 ലക്ഷം കോഴ വാങ്ങിയെന്ന ആരോപണമുയർന്നത് ഈ കേസിലാണ്. അഡ്വക്കേറ്റ് സെബി ജോർജിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അതൊന്നും പറയാനുള്ള കൊത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായും നിഷ്പക്ഷമായും സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അദ്ദേഹത്തോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നിർദ്ദിഷ്ട അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊച്ചിയിൽ തന്നെയെന്ന് ഉറപ്പായി. സ്റ്റേഡിയത്തിന് ആവശ്യമായ സ്ഥലം അന്വേഷിച്ച് KCA ഇന്ന് പത്രപരസ്യം നൽകി. കൊച്ചിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനായി 20 മുതൽ 30 ഏക്കർ വരെ സ്ഥലം ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരസ്യം. സ്ഥല ഉടമകൾക്ക് താൽപര്യപത്രം സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 28 നേരത്തെ നെടുമ്പാശ്ശേരിയിൽ സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള ഭൂമി പരിശോധിച്ചിരുന്നു. പിന്നാലെയാണ് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലം കണ്ടെത്താൻ കഴിയുമോ എന്ന പരിശോധനകൾ ആരംഭിച്ചത്. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് പത്രപരസ്യം. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തിയിരുന്നത്. GCDയുടെ ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയം പൂർണ്ണമായി ഫുട്ബോൾ മത്സരങ്ങളിലേക്ക് മാറിയതോടെയാണ് പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം അനിവാര്യമായത്. നേരത്തെ ഇടക്കൊച്ചിയിൽ സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള നടപടികൾ KCA ആരംഭിച്ചെങ്കിലും പരിസ്ഥിതി വിവാദങ്ങളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. അടൂർ റെസ്റ്റ് ഹൌസ് ആക്രമണ കേസിലെ പ്രതികൾ പോലീസിനെ കബളിപ്പിച്ച് വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. പോലീസിന് നേരെ അവർ വടിവാൾ വീശി. പോലീസ് അവരെ പിടിക്കാനായി 4 റൗണ്ട് വെടിവെച്ചെങ്കിലും പോലീസിനെ കബളിപ്പിച്ച് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ വന്നത്. എറണാകുളം ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ആക്രമണത്തിന് ഇരയായത്. ഷാനോസ് ഡേവിഡ് ഉണ്ട് ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി. ഷാനോസ്, സ്വയം ജീവൻ രക്ഷാർത്ഥമാണ് പോലീസ് വെടിയുതിർക്കുന്നത്. പക്ഷേ വെടിയുതിർത്തിട്ടും അവർ പരമാവധി ശ്രമിച്ചിട്ടും ഇവരെ പിടിക്കാനായില്ല എന്നതാണ് ദുഃഖകരമായ ഒരു സാഹചര്യം. അക്രമികൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരെ പിടിക്കാനുള്ള എന്തൊക്കെ നടപടികൾ ഇപ്പോൾ പരിഗണിക്കുന്നു? രേണുക, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് കൊച്ചി പോലീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ആക്ഷൻ ഉണ്ടാവുന്നത്. കുണ്ടറ സ്വദേശികളായ 2 പ്രതികൾ, ഈ അടൂർ റെസ്റ്റ് ഹൌസ് മർദ്ദന കേസ് പ്രതികളായ കുണ്ടറ സ്വദേശികളായ 2 പേരെ തിരക്കിയാണ് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കുണ്ടറയിലെത്തുന്നത്. രാത്രി 1 മണിയോടുകൂടിയായിരുന്നു ഇത്തരമൊരു ആക്ഷൻ നടത്തിയത്. ഈ പോലീസിനെ കണ്ട് പ്രതികൾ വടിവാൾ പോലീസ് സംഘത്തിന് നേരെ വീശി പോലീസുകാരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒടുവിൽ ഏത് വിധേനയും ഇവരെ പിടിക്കാൻ വേണ്ടി പോലീസ് 4 റൗണ്ട് വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ പ്രതികൾ തൊട്ടടുത്തുള്ള കായലിലേക്ക് ചാടി നീന്തി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആ സമയം മുതൽ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഈ കേസിൽ മറ്റൊരു പ്രതിയായ ലോറൻസ് എന്ന് പറയുന്ന ഒരാളെ പിടികൂടിയിട്ടുണ്ട്. ഈ കേസിനാസ്പദമായ സംഭവം കൊച്ചിയിൽ നിന്ന് ദമ്പതികളെ തട്ടിക്കൊണ്ട് അടൂരിലുള്ള റെസ്റ്റ് ഹൌസിൽ എത്തിച്ചു മർദ്ദിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയുടെ ഭാഗമായിട്ടാണ് കേസന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ പോലീസുകാരെ മർദ്ദിച്ച കേസിലടക്കം പ്രതികൾ ഈ 2 പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കൂടി പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ 2 പേര്, ഒരാളുടെ പേര് ആന്റണി ദാസ്, മറ്റൊരാള് ലിയോ പ്ലാസിഡ്. ഈ 2 പേരാണ് ഇന്നലെ രാത്രി പോലീസിനെതിരെ വടിവാൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി പോലീസിൽ നിന്ന് വെട്ടിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞത്. ശരി, ഷാനോസ് ഡേവിഡാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിന് തിരിച്ചടിയായ മറ്റൊരു സംഭവം ഉണ്ടായി നിലമ്പൂരിലാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്കിടെ പോലീസുകാരെ ആക്രമിച്ച്
പോക്സോ കേസിലെ പ്രതി രക്ഷപ്പെട്ടു. ആദിവാസി ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി കരുളായി സ്വദേശി പട്ടാമ്പി ജൈസലാണ് രക്ഷപ്പെട്ടത്. പുലർച്ചെ 1:30 മണിക്കാണ് സംഭവം. പൂക്കോട്ടുപാടം പോലീസ് കഴിഞ്ഞ ദിവസമാണ് പോക്സോ കേസിൽ ജൈസലിനെ പിടികൂടിയത്. വൈദ്യപരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജൈസൽ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പ്രതി ആശുപത്രിയോട് ചേർന്നുള്ള കാട്ടിലേക്കാണ് രക്ഷപ്പെട്ടത്. നിലമ്പൂർ പോലീസ് ആക്രമിച്ച് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടതിന് ജൈസലിനെതിരെ കേസെടുത്തു. പട്ടാമ്പി ജൈസൽ നിരവധി ക്രിമിനൽ ഗുണ്ടാ മാഫിയ സംഘത്തിലെ കണ്ണിയാണ്. പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നവരെയും പോലീസ് നിരീക്ഷിച്ചു വരുന്നു. വാർത്തകൾ തുടരുന്നു. ഹിന്ദു പാർലമെന്റ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനത്തിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനെതിരെ നിശിത വിമർശനവുമായി ശ്രീകുമാരൻ തമ്പി രംഗത്ത്. സനാതന ധർമ്മം അന്ധവിശ്വാസമാകുന്നത് എങ്ങനെയാണെന്ന് ശ്രീകുമാരൻ തമ്പി ചോദിച്ചു. സച്ചിദാനന്ദൻ സ്വയം പ്രഖ്യാപിത ആഗോള കവിയെന്നും ശ്രീകുമാരൻ തമ്പി വിമർശിച്ചു. അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രസ്താവന സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. എൻക്ലേവിൽ പങ്കെടുക്കുന്ന എല്ലാ എഴുത്തുകാരെയും ബോയ്ക്കോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെയും എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ വി മധുസൂദൻ നായരുടെയും കൈതപ്പുറത്തിന്റെയും സ്ഥിതി വളരെ കഷ്ടത്തിലാകും. എല്ലാവരും ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. ഞങ്ങൾക്ക് സ്വയം പാടാമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. സനാതന ധർമ്മം അന്ധവിശ്വാസമെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവൻ ശുദ്ധ വിവരദോഷിയാണ്. അതെത്ര വലിയ കാര്യമില്ല. കാരണം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നതിൽ അപ്പുറം ഒരു സോഷ്യലിസം എന്താണുള്ളത്? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ മേലെ ഒരു സോഷ്യലിസം കമ്മ്യൂണിസവും ഇല്ല. ഹിന്ദു എന്നത് ഒരു ഭൂപ്രദേശത്ത് ജനിച്ചവരെ നിർണയിക്കുന്ന പദമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തന്നെ ഹിന്ദു എന്ന് വിളിക്കണമെന്നും ഗവർണർ പറഞ്ഞു. ബി അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, മറ്റൊരു വിവാദമായി ഹിന്ദു പാർലമെന്റും സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ളവർ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ മാറുകയാണോ? ഇപ്പോൾ വ്യക്തിപരമായ ഏറ്റുമുട്ടലിലേക്ക് ഇത് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ? ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കോൺക്ലേവ് ആണെന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇതിൽ സച്ചിദാനന്ദൻ ഇത് പങ്കെടുക്കരുന്ന കെ സച്ചിദാനന്ദന്റെ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിക്കാണ് ഇതിൽ പുരസ്കാരം നൽകിയത്. ആ പുരസ്കാരം സ്വീകരിക്കാൻ അദ്ദേഹം എത്തിയിരുന്നു. പക്ഷേ ഇത് ഈ പരിപാടി ബഹിഷ്കരിക്കുന്ന ആഹ്വാനം ചെയ്യുന്നു. പേരെടുത്തു പറയാതെയാണ് സച്ചിദാനന്ദനെ വിമർശിച്ചത്. ബോയ്ക്കോട്ട് ദി ഹിന്ദു കോൺക്ലേവ് ഇൻ തിരുവനന്തപുരം ആൻഡ് ഓൾ ഇറ്റ്സ് പാർട്ടിസിപ്പൻസ് എന്നായിരുന്നു സച്ചിദാനന്ദന്റെ വിവാദ പോസ്റ്റ്. ഇത്തരത്തിൽ എന്തിനാണ് ഇത് ബഹിഷ്കരിക്കാൻ പറഞ്ഞത്? ഞാനൊരു സനാതന ധർമ്മ വിശ്വാസിയാണ്. സനാതന ധർമ്മത്തെ വിശ്വസിക്കണം. കമ്മ്യൂണിസവും സോഷ്യലിസവും പറയുന്നതും ഇതും ഒരേ ആശയമാണ്. അതുകൊണ്ട് തന്നെ എന്തിനു വിമർശിക്കണമെന്ന് ചോദിക്കുന്നു. അത് വിമർശിക്കണമെന്ന് പറയുന്നവർ ഇതിനെക്കുറിച്ച് വിവരമില്ലാത്തവരെന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. രൂക്ഷ വിമർശനം സച്ചിദാനന്ദനെതിരെ ശ്രീകുമാരൻ തമ്പി നടത്തി. കവി മധുസൂദൻ നായരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കൈതപ്പുറം ദാമോദരൻ തമ്മിൽ അടക്കമുള്ളവർ പങ്കെടുത്ത വേദിയിലായിരുന്നു രൂക്ഷ വിമർശനം ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ശരി, ബി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് നിന്ന് മറ്റൊരു കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി വരികയാണ്. എറണാകുളം ആലുവയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് പോലീസ് സ്റ്റേഷനിലെത്തി. ഈ ഭർത്താവിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് അയാൾ തന്നെ ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. തമിഴ്നാട് സ്വദേശികളായ മഹേഷ് കുമാറും രത്നവല്ലിയും ഏതാനും വർഷങ്ങളായി കാഞ്ഞൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഇന്നലെ രാത്രി മഹേഷ് കുമാർ പോലീസ് സ്റ്റേഷനിലെത്തി വൈകുന്നേരം മുതൽ ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകി. ഇയാളിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ സംശയം തോന്നിയ പോലീസ് ഇയാളും ഒന്നിച്ച് വീട്ടിലെത്തി. വിശദമായ ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. വീടിനടുത്തുള്ള ജാതിത്തോട്ടത്തിൽ നിന്ന് രത്നവല്ലിയുടെ മൃതദേഹം കണ്ടെടുത്തു. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് മഹേഷ് കുമാർ പോലീസിന് മൊഴി നൽകി. കൃത്യത്തിൽ സഹായിച്ച പ്രതിയുടെ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായ ബിയൽ ഡാമിലാണ് ഒരു വീട് ഭാഗികമായി ആന തകർത്തത്. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. ഏതാനും ദിവസങ്ങളായി ബിയൽറാം പന്നിയാർ എസ്റ്റേറ്റ് മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ഇന്നലെ ബിയൽറാം സ്വദേശി കുന്നത്ത് ബെന്നിയുടെ വീട് ആന തകർത്തിരുന്നു. പന്നിയാറിലെ റേഷൻ കട പൂർണ്ണമായും തകർത്തു. കഴിഞ്ഞ പകൽ ബിയൽറാമിലെ ഏലത്തോട്ടത്തിൽ 7 ആനകളടങ്ങുന്ന കൂട്ടം മണിക്കൂറുകൾ തമ്പടിച്ചിരുന്നു.
ഇതിനു പിന്നാലെയാണ് മഹേശ്വരിയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. മഹേശ്വരിയും മകൾ കോകിലയും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ആയിരുന്നു. അപകടത്തിൽ മഹേശ്വരിക്ക് നിസ്സാര പരിക്കുപറ്റി. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് വാച്ചർ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ തോട്ടമേഖലയിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, ചില്ലിക്കൊമ്പൻ എന്നീ ഒറ്റയാന്മാരെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും പതിവായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം ഇത്തവണയെങ്കിലും ഉയർത്തണമെന്ന് ആരോഗ്യ പ്രവർത്തകർ. വൈറൽ രോഗങ്ങൾ, മറ്റ് മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയവ, ഭക്ഷ്യവിഷബാധ എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ ബജറ്റ് വിഹിതം കൂട്ടേണ്ടതുണ്ട് എന്നാണ് ആവശ്യം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടിയായി വിഹിതം ഉയർത്തണമെന്നാണ് IMA ആവശ്യപ്പെടുന്നത്. കാലങ്ങളായി 1 മുതൽ 2% വരെ മാത്രമാണ് ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ മാറ്റിവെക്കാറ്. കോവിഡിന്റെ കാലത്തും കാര്യമായി ബജറ്റ് വിഹിതം ഉയർന്നിട്ടില്ല. ഇത്തവണയെങ്കിലും സാഹചര്യം മാറ്റണമെന്നാണ് ആരോഗ്യമേഖലയുടെ ആവശ്യം. വൈറൽ രോഗങ്ങൾ, റോഡപകടങ്ങൾ, നിശബ്ദ എപ്പിഡമിക്കായ കുട്ടികളിലെ ഒബീസിറ്റി തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ആരോഗ്യമേഖല അഭിമുഖീകരിക്കുന്നുണ്ട്. സ്വകാര്യ ചെറുകിട ആശുപത്രികളുടെ സംരക്ഷണം, വൃദ്ധജനങ്ങളുടെ സംരക്ഷണം, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ നവീകരണം, ആശുപത്രി ആക്രമണങ്ങൾ തടയൽ എന്നിവയ്ക്കെല്ലാം കൂടുതൽ ബജറ്റ് വിഹിതം അനുവദിക്കണം. 4 ഇരട്ടിയായി വിഹിതം ഉയർത്തണമെന്നാണ് IMA ആവശ്യപ്പെടുന്നത്. ബജറ്റ് നമുക്കറിയാം, എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും വളരെ പ്രതീക്ഷയോടെയാണ് ആരോഗ്യ മേഖല നോക്കിക്കാണുന്നത്. കാലാകാലങ്ങളായിട്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയൊക്കെ ബഡ്ജറ്റ് വിഹിതത്തിലെ വളരെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ച് കിട്ടുക. ഇത്തവണ 1% ചുറ്റുവട്ടം മാത്രം കിട്ടുന്ന ഒരു അലോക്കേഷൻ പലപ്പോഴും പല ദീർഘകാല പദ്ധതികൾക്കും ചേരാൻ പറ്റാത്ത അല്ലെങ്കിൽ തികയാത്ത ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. മയക്കുമരുന്നുകളുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം തടയാനും വർദ്ധിച്ചുവരുന്ന മാനസിക രോഗങ്ങൾ നിയന്ത്രിക്കാനും പദ്ധതികൾ നടപ്പിലാക്കണം. പുതിയ മെഡിക്കൽ കോളേജുകൾക്ക് പകരം അത്യാധുനിക സൗകര്യങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കൂടുതലായി സ്ഥാപിക്കണമെന്നും ആരോഗ്യമേഖലയിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിലും പണം അനുവദിക്കുന്നതിലും പഴയ വേഗമില്ലെന്ന് KB ഗണേഷ് കുമാർ. കിഫ്ബി വഴിയുള്ള പദ്ധതികളിൽ അനാവശ്യ ചെലവുണ്ട്. ചെലവ് ചുരുക്കാൻ പറ്റുന്നിടത്തെല്ലാം അത് ചെയ്യണം. ധനസ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. 2 വർഷം ഞാൻ കേരള സർക്കാരിന്റെ ഒരു സ്ഥാപനത്തിൽ, പഞ്ചായത്തിൽ ഞാൻ എഞ്ചിനീയറായി ജോലി ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ലോകമെമ്പാടും അവർക്ക് അത് ഒരു വലിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള നടപടിയൊക്കെ പട്ടികജാതി വികസന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് വളരെ നല്ല കാര്യമാണ്. ഇവ ഡിഗ്രി കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകേണ്ട കുഞ്ഞുങ്ങൾക്ക്, ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് 25 ലക്ഷം രൂപ സർക്കാർ കൊടുക്കുക. കൃത്യമായി അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ 25 ലക്ഷം. അതൊക്കെ വളരെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ പട്ടികജാതി വികസന വകുപ്പിൽ ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കസേര കിട്ടുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കാൻ പറ്റും, സത്യം പറയാതിരിക്കാൻ പറ്റും. അതിലൊന്നും ഞാൻ അങ്ങനെ ഭയപ്പെടുന്നതാണ്. എനിക്ക് സ്ഥാനമാനങ്ങളോട് വലിയ ആഗ്രഹമൊന്നുമില്ല. ജനങ്ങൾ, 16 ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ നിയമസഭയിൽ വരുന്നുള്ളതല്ലാതെ. ഞാൻ 2 മുന്നണിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. എന്നോട് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കുള്ള സ്നേഹവും വിശ്വാസമാണ് പിന്നെ നിലനിർത്തുന്നത്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്നിലൊരു വിശ്വാസമാണ്. എനിക്കൊരു മന്ത്രി സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പദവി കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ ഇരിക്കുന്ന പാർട്ടി നേതാക്കന്മാരെയും ഈ പറയുന്ന ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ പ്രവർത്തിക്കത്തില്ല. എനിക്കൊരു സ്ഥാനവും വേണ്ട, സന്തോഷമായിട്ടുണ്ട്. എനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാൻ ഒരുപാട് തിരക്കുമുണ്ട്, ആവശ്യമില്ല. സിനിമ അഭിനയിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. പക്ഷേ നല്ല തിരക്കുണ്ട്. അതിൽ ഞാൻ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ്. പക്ഷെ നമ്മൾ പറയാനുള്ളത് പറയാം. ആരെയും ദ്രോഹിക്കാൻ പറയുന്നതല്ലോ. ഈ സർക്കാരിനെ മോശപ്പെടുത്തി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പ്രതിപക്ഷത്തിനെ മോശപ്പെടുത്തി ഞാനൊന്നും പറഞ്ഞില്ല. കേന്ദ്ര ഗവൺമെന്റിനെ മോശപ്പെടുത്തി ഞാൻ ഉള്ള കാര്യം പറഞ്ഞുള്ളൂ. മോശപ്പെടുത്തി പറഞ്ഞാൽ ആ ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കരുത്. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ. ഇപ്പൊ സംസ്ഥാന സർക്കാർ പണം കൊടുക്കുന്നതുകൊണ്ടാണ് പഞ്ചായത്തുകൾ നന്നായി നടത്തുന്നത്. പഞ്ചായത്തുകളിൽ നടക്കുമ്പോൾ വളരെ പ്രാദേശികമായ നല്ല വികസനം നടക്കും. ആ ഒരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട സഹായം കൊടുക്കുമ്പോൾ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കാണ് ഗുണം. ഒരു സ്ഥലത്ത് ആര് ഭരിക്കുന്നു എന്നുള്ള, ഒരു വാർഡിലെ ആര് മെമ്പർ എന്നുള്ളതല്ല. അവിടെ ജനങ്ങൾ, എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട്, പാർട്ടി ഇല്ലാത്തവരുമുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്, മതമില്ലാത്തവരുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് വികസനം, അവർക്ക് വേണ്ടിയാണ് നന്മ വരുന്നത്. അല്ല ഒരു വ്യക്തിക്ക് വേണ്ടിയൊന്നും നന്മ വരുന്നില്ല. ഒരു പാർട്ടിക്ക് വേണ്ടിയും എൻ്റെ പാർട്ടിക്കാർക്ക് മാത്രം കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നു, അവരെ പാർട്ടിക്ക് കിട്ടേണ്ട ആനുകൂല്യം മാത്രം കൊടുക്കുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഇന്ത്യയിൽ? ഒരു ഇന്ത്യൻ ഡെമോക്രസിയിൽ അങ്ങനെ ഉണ്ടോ എവിടെയെങ്കിലും? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? വേറെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഇവിടെ ഒരിക്കലും നമ്മുടെ ഭരണഘടനാ പ്രകാരം പറ്റത്തില്ല.
എല്ലാം എൻ്റെ പാർട്ടിക്കാർ കിട്ടട്ടെ എന്ന് ചിന്തിക്കണം. എല്ലാവർക്കും അതിൻ്റെ ഗുണഫലം കിട്ടും. അത്രയും മതിയല്ലോ. നിയമസഭാ കക്ഷി യോഗത്തിൽ മന്ത്രിമാർക്കും വകുപ്പുകളുടെ പ്രവർത്തനത്തിനുമെതിരെ ഗണേഷ് കുമാർ വിമർശനം ഉന്നയിച്ചു എന്ന വാർത്ത അത് അദ്ദേഹം നിഷേധിച്ചിരുന്നുമില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിമർശനം കൂടി അദ്ദേഹം നടത്തുന്നത്. സംസ്ഥാനത്ത് പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിലും പണം അനുവദിക്കുന്നതിലും പഴയ വേഗമില്ല എന്ന ഒരു വിമർശനമാണ് കെ.ബി. ഗണേഷ് കുമാറിൽ നിന്നും ഉണ്ടാകുന്നത്. ധവളപത്രം ഇറക്കി കാര്യങ്ങൾ വിശദീകരിക്കണമെന്നൊരാവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. കോഴിക്കോട് KSRTC ടെർമിനൽ ബലക്ഷയം പരിഹരിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ ഭൂമിക്കടിയിലെ പൈലിംഗ് പരിശോധിക്കും. തൂണുകൾക്കും സ്ലാബുകൾക്കുമുള്ള ബലക്ഷയം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണോ സിമന്റും കമ്പിയും കുറഞ്ഞതാണോ എന്നും വിശദമായി പരിശോധിച്ചാകും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. ആദ്യഘട്ടത്തിൽ KSRTC ടെർമിനലിന്റെ ഭൂമിക്കടിയിലെ പൈലിംഗ് പരിശോധിച്ച ശേഷമാകും തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ. തൂണുകൾ ബലപ്പെടുത്തുമ്പോൾ പൈലിംഗിന് ഇത് താങ്ങാൻ ശേഷിയുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുക. 98% തൂണുകളും അറ്റകുറ്റപ്പണികൾ നടത്തി ബലവത്താക്കേണ്ടതുണ്ട്. ഓരോ തൂണുകളിലെയും വിള്ളൽ അടയ്ക്കണം. സിമന്റ് മിശ്രിതം തൂണുകളിൽ നിറയ്ക്കുകയാവും ചെയ്യുക. 80% സ്ലാബുകളുടെ അവസ്ഥയും വിഭിന്നമല്ല. ഇതെല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ കൊണ്ട് തീരുമോ എന്ന കാര്യത്തിലും മദ്രാസ് IIT സംഘം സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലത്ത് അണ്ടർഗ്രൗണ്ടിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കെട്ടിക്കിടക്കാറുണ്ട്. പലയിടത്തും ചോർച്ച രൂക്ഷമാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് മദ്രാസ് IIT വിദഗ്ധർ എടുത്തു പറയുന്നതെങ്കിലും സിമന്റും കമ്പിയും കല്ലുമെല്ലാം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. വിജിലൻസ് അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്കു പുറത്തുവരുമ്പോൾ കർശന നടപടി ഉണ്ടായേക്കും. KSRTC ടെർമിനൽ നിർമ്മിച്ച KTDFCയിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് KSRTC ടെർമിനൽ. കരാറുകാരനൊപ്പം ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടിയെടുക്കാൻ സർക്കാർ അമാന്തം കാണിക്കരുത്. S. വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ യുവ കോൺഗ്രസ് നേതാവ് ഡൽഹിയിൽ പിടിയിലായിരിക്കുന്നു. വിദേശ പഠനത്തിന് എന്ന പേരിൽ പലരിൽ നിന്നായി കോടികൾ തട്ടിയെടുത്തു എന്നതാണ് ആരോപണം. ആലപ്പുഴ സ്വദേശി ശ്രീരാഗ് കമലാസനാണ് അറസ്റ്റിലായത്. DTNB അസോസിയേറ്റ്സ് എന്ന ഓൺലൈൻ കൺസൾട്ടൻസിയുടെ ഉടമയും യുവ കോൺഗ്രസ് നേതാവുമായ ആലപ്പുഴ സ്വദേശി ശ്രീരാഗ് കമലാസനൻ ആണ് ഡൽഹിയിൽ അറസ്റ്റിലായത്. സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തെരച്ചിലിലാണ് ശ്രീരാഗ് ഉൾപ്പെടെ 4 മലയാളികൾ അറസ്റ്റിലായത്. വിദേശത്ത് ഉപരിപഠനം നടത്തുന്നതിനും മൈഗ്രേഷൻ നേടിത്തരുന്നതിനുമായി വിദ്യാർത്ഥികളടക്കം നിരവധി പേരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തതായാണ് ആരോപണം. ഓൺലൈൻ തട്ടിപ്പിൽ 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേർ തട്ടിപ്പിന് ഇരകളായതായാണ് സൂചന. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച് ആളുകളുടെ വിശ്വാസ്യത നേടിയെടുത്ത ശേഷം ഇടപാടുകൾക്കെന്ന പേരിൽ പണം തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ. ഡൽഹിയിൽ കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറന്റ് ലഭിച്ച ശേഷമാകും പ്രതികളെ തിരുവനന്തപുരത്ത് എത്തിക്കുക. തുടർന്നാകും വിശദമായ ചോദ്യം ചെയ്യൽ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവ് തുടരും. വീണ്ടും വാർത്തകളിലേക്ക്. ജഡ്ജിക്ക് കോഴ വിവാദത്തിൽ കോടതിയുടെ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. ഒരു മുൻകൂർ ജാമ്യ ഹർജിയിലെ ഉത്തരവ് കൂടി കോടതി തിരിച്ചുവിളിച്ചിരിക്കുകയാണ്. ബി മോഹനൻ പരാതിക്കാരനായ ഉത്തരവാണ് തിരിച്ചുവിളിച്ചിരിക്കുന്നത്. ഈ ആരോപണ വിധേയനായ അഡ്വക്കേറ്റ് സെബി ഹാജരായ ഹർജിയിൽ തന്നെയാണ് ഈ ഉത്തരവ് തിരിച്ചുവിളിക്കുന്ന നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. സുവി വിശ്വനാഥനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, ഇത് നേരത്തെ ഒരു മുൻകൂർ ജാമ്യ ഹർജിയിലെ ഉത്തരവ് തിരിച്ചുവിളിച്ചിരുന്നു. അതുതന്നെ അസാധാരണ നടപടി എന്ന നിലയിലാണ് കണ്ടത്. അതിപ്പോൾ അതിന്റെ ഒരു ആവർത്തനം വീണ്ടും ഉണ്ടാവുകയാണ്. ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ്? രേണുക, ഒരു മുൻകൂർ ജാമ്യ ഹർജി കൂടെ ഇപ്പോൾ ഹൈക്കോടതി തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഇതേ കേസിൽ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാരായവരെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന കേസിൽ തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ ഈ നടപടി. ഇത് മറ്റൊരു ഹർജിയിലായിരുന്നു. ബി മോഹനൻ എന്ന് പറയുന്ന ആൾ പരാതി നൽകിയ പരാതിക്കാരനായ ജാമ്യ ഹർജിയിലാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യ ഹർജി കൂടെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ഇതിന്റെയും അഭിഭാഷകൻ അഡ്വക്കേറ്റ് സൈബി കിടങ്ങൂരായിരുന്നു. അദ്ദേഹമാണ് ഈ ഹർജിയിലും ഹാജരായത്. ഈ കേസിലാണ് സൈബി കിടങ്ങൂർ 50 ലക്ഷം രൂപ കോഴ നൽകി എന്ന ആരോപണം ഉയർന്നത്. ഈ കേസിൽ 8 പ്രതികളാണുള്ളത്. നേരത്തെ മുൻകൂർ ജാമ്യ ഹർജി നൽകിയ കേസിൽ 2 പ്രതികളാണുള്ളത്. ഈ കേസിലും പരാതിക്കാരുടെ വാദം കേൾക്കാതെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് എന്നാണ്
എന്നാണ് ഹർജിക്കാർ കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും കേൾക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്.